പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ റോ എപ്പിസോഡിൽ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ഫിൻ ബാലർ, ഡാമിയൻ പ്രീസ്റ്റ്, ജഡ്ജ്മെൻ്റ് ഡേ ടീമും DIY എന്ന് പറയുന്ന ടൊമാസ് ചാമ്പ, ജോണി ഗർഗാനോ തുടങ്ങിയവരുടെ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റീട്ടേൺ ചെയ്തതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ DIY എന്ന് പറയുന്ന ടാഗ് ടീമിനെയും കൂടി ജഡ്ജ്മെൻ്റ് ഡേ പരാജയപ്പെടുത്തി ടൈറ്റിൽ റീട്ടേൺ ചെയ്യുമ്പോൾ ഇനി ആര് എന്നുള്ള വലിയൊരു ചോദ്യം ജഡ്ജ്മെൻ്റ് ഡേയുടെ ചലഞ്ചേഴ്സിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ റോയിൽ നിലവിൽ എല്ലാ ടാഗ് ടീമുകളെയും ഇതിനോടകം തന്നെ ജഡ്ജ്മെൻ്റ് ഡേ ടീം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി സാധ്യത ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആർത്രൂത്തും മിസും ടീമായിക്കൊണ്ട് ജഡ്ജ്മെൻ്റ് ഡേക്കെതിരെ ഒരു വാശിയോട് കൂടിയിട്ടുള്ള ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം കളിക്കാൻ വേണ്ടി പോകണം. ഓസം ട്രൂത്ത് എന്ന ടീം അവർ ഒരിക്കൽ കൂടി ജഡ്ജ്മെൻ്റ് ഡേക്കെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിക്കുന്നതിൻ്റെ സൂചനയും റോ എപ്പിസോഡിൽ നൽകിയിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ബ്ലൂ ബ്രാൻഡ് എന്നറിയപ്പെടുന്ന സ്മാക്ഡൗണിലേക്ക് പോയി അവിടെയുള്ള ടാഗ് ടീമുകൾക്കെതിരെ ജഡ്ജ്മെൻ്റ് ഡേ ടീം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സാധ്യതകളാണ് ഇനി ജഡ്ജ്മെൻ്റ് ഡേയുടെ അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ടൈറ്റിലിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചും ഇമ്പീരിയം എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചുമാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ കോഫി കിങ്സ്റ്റനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗുന്തർ ടൈറ്റിൽ റിട്ടേൺ ചെയ്തത് കാണാൻ സാധിച്ചു. മത്സരം അതിഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ആ മത്സരത്തിന് ശേഷം ജിയോവാനി വിഞ്ചി, കൈസർ തുടങ്ങിയവർ വന്ന് സേവിയർ വുഡ്സ്, കോഫി കിങ്സ്റ്റൺ തുടങ്ങിയവരെ ബ്രൂട്ടലായി ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ന്യൂ ഡേക്കെതിരെ ഇമ്പീരിയം അവരുടെ 3 മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു ആധിപത്യം നേടുന്നതാണ് ഇതുവരെ സ്റ്റോറി ലൈനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂ ഡേക്ക് ഇനിയൊരു ആളുടെ സഹായം ആവശ്യമാണ്. അവിടെയാണ് ബിഗിയുടെ ഒരു തിരിച്ചറിവിൻ്റെ സാധ്യത വർദ്ധിക്കുന്നത്. ബിഗി തിരിച്ചു വന്ന് നിലവിലെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഗുന്തറിനെ ചലഞ്ച് ചെയ്ത് അവർ തമ്മിലുള്ള ഒരു മത്സരം ചിലപ്പോൾ റെസ്ൽമേനിയയിൽ വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇനി നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേംബർ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ വെച്ചിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ഇവൻറ്റിൽ ഗുന്തറിന് അപ്പിയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം അമേരിക്ക പൗരത്വം എടുക്കുന്നത് കൊണ്ട് തന്നെ ഗുന്തറിന് അമേരിക്ക വിട്ട് പുറത്തേക്ക് പോകാൻ കുറച്ച് കാലത്തേക്ക് സാധിക്കില്ല എന്നുള്ള ഒരു അപ്ഡേറ്റും പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുന്തറിൻ്റെ അടുത്ത ഒരു മേജർ ടൈറ്റിൽ ഡിഫൻസ് നമുക്ക് കാണാൻ സാധിക്കുക റെസ്ൽമേനിയയിൽ ആയിരിക്കും. അത് ബിഗി ആയിരിക്കാം എന്നുള്ളതിൻ്റെ സാധ്യത വർദ്ധിച്ചിരിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ്, റോ ബ്രാൻഡിലേക്ക് ആൻഡ്രാഡയെ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ തന്നെ സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് ബ്രോൺ ബ്രേക്കർ എത്താനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും നിക്ക് ഓൾഡിസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജേഡ് കാർഗിൽ റോ ബ്രാൻഡിൻ്റെ ഭാഗമായിരിക്കുമെന്നും തിരിച്ചു വന്ന നയോമി സ്മാക്ഡൗൺ ബ്രാൻഡിൻ്റെ ഭാഗം ആയിരിക്കുമെന്നുള്ള അപ്ഡേറ്റുകളും പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ കബൂക്കി വാരിയേഴ്സ് എന്ന ഡാമേജ് കൺട്രോളിലെ ആസ്ക, കേരി സെൻ തുടങ്ങിയവരുടെ ടീമിനെതിരെ ഷൈന ബേസ്ലർ, സോയി സ്റ്റാർക്ക് തുടങ്ങിയവർക്ക് ഒരു ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ്. ഇവരുടെ ടീം ചെൽസി ഗ്രീൻ, പൈപ്പർ നെവൻ തുടങ്ങിയവരെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ കബൂക്കി വാരിയേഴ്സ് എന്ന് പറയുന്ന ടീമും ടെഗൻ നോക്സ്, നട്ടാലിയ തുടങ്ങിയവരുടെ ടീമിനെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഷൈന ബേസ്ലറും സോയി സ്റ്റാർക്കും പുതിയ ചാമ്പ്യന്മാർ ആകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധ്യത കുറവാണെങ്കിലും ഈ രണ്ട് ടീം തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഉടനെ പ്രതീക്ഷിക്കാം. അഞ്ചാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ബെയ്ലിയെ സംബന്ധിച്ചുള്ളതാണ്. ബെയ്ലി 2024 വുമൻസ് റോയൽ റംബിൾ വിജയിച്ച് റെസ്ൽമേനിയ 40 ആരെയാണ് വെല്ലുവിളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. ഇയോ സ്കൈയുടെ ഒരു പേരാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് തന്നെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിലും കാര്യങ്ങൾ എത്തിക്കാൻ പോകുന്നത്. കാരണം ബെയ്ലി വന്ന് റിയക്കെതിരെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള ഒരു സൂചന നൽകാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിലും റിയ ആ ഒരു സെഗ്മെൻറ്റിനെ ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് കയറി വരുന്നു. ആ റിയയെ ബാക്കിൽ നിന്ന് ആക്രമിച്ച് നയ ജാക്സ് വലിയൊരു ബ്രൂട്ടലായിട്ടുള്ള അറ്റാക്ക് നടത്തുന്നുണ്ട്. അതിനുശേഷം ബെയ്ലിക്കുള്ള ഒരു വാർണിംഗ് ആണ് നയ ജാക്സ് കൊടുക്കുന്നത്. നീ ആരെ വേണമെങ്കിലും ചലഞ്ച് ചെയ്തോളൂ, റെസ്ൽമേനിയയിൽ റിയ റിപ്ലി ചാമ്പ്യൻ ആയിരിക്കില്ല. കാരണം നയ ജാക്സ് റിയ റിപ്ലിയെ പരാജയപ്പെടുത്തുമെന്നാണ് നയ ജാക്സ് പറയുന്നത്. അതുകൊണ്ട് നയ ജാക്സും റിയ റിപ്ലിയും തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് വേണമെങ്കിൽ എലിമിനേഷൻ ചേംബറിൽ നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയാം. കൂടാതെ ബെയ്ലി ഇയോ സ്കൈയെ ഈ ഒരു സ്മാക്ഡൗണിൽ, അതായത് ഇനി വരാൻ പോകുന്ന ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. അത്
ഒറ്റയടിക്ക് ബെയ്ലി പറയും എന്നല്ല, അതിൻ്റെ ഒരു സൂചനകളൊക്കെ ഇട്ടുകൊണ്ട് അവരുടെ ഒരു ടീമിൽ നിന്ന് ബെയ്ലിയെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും അവിടെ ഇയോ സ്കൈക്കെതിരെയുള്ള വെല്ലുവിളി ബെയ്ലി റസൽമീനിയ 40 ചാമ്പ്യൻഷിപ്പ് ഷോട്ടിന് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്നതും കാണാൻ സാധിക്കും. ആറാമത്തെയും അവസാനത്തേതുമായ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് 2024 മെൻസ് റോയൽ റംബിൾ മത്സരം വിജയിച്ച കോഡി റോഡ്സ് ഏത് വേൾഡ് ചാമ്പ്യനെയായിരിക്കും റസൽമീനിയ 40 ചലഞ്ച് ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോയൽ റംബിളിൽ തന്നെ റോമൻ റെയിൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോഡി റോഡ്സ് തൻ്റെ സ്റ്റോറി ഫിനിഷ് ചെയ്യാൻ വരികയാണ് എന്നുള്ളതിൻ്റെ സൂചന നൽകി. അതിനുശേഷം കോഡി ആരെ ചലഞ്ച് ചെയ്യുമെന്നുള്ള ഒരു ചർച്ചയൊന്നും സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. കോഡി റോഡ്സ് റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്താനുള്ള സാധ്യതകളെ സംബന്ധിച്ച് മാത്രമാണ് എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ റോ എപ്പിസോഡിൽ സെത്ത് റോളിൻസ് കോഡി റോഡ്സിൻ്റെ സെഗ്മെൻറ്റ് ഇൻറ്ററപ്റ്റ് ചെയ്ത് കയറി വരുന്നത് വരെ കോഡി റോഡ്സിനെ സംബന്ധിച്ച് ഒരു സംശയം നമുക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ സെത്ത് വന്നതിന് ശേഷം സെത്ത് പറയുന്ന വാക്കുകൾ, അത് റോമൻ റെയിൻസ് എന്ന് പറയുന്ന ചാമ്പ്യനെ നമ്മൾ എങ്ങനെയാണോ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് റോളിൻസും കാണുന്നത് എന്നുള്ളതാണ് റോളിൻസിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോളിൻസ് പറയുന്നത് പ്രൈമറി വേൾഡ് ചാമ്പ്യൻഷിപ്പ് അത് തൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പാണ്. റോമൻ റെയിൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ഇപ്പോൾ യാതൊരു വിലയുമില്ല. അതുകൊണ്ട് തന്നെ റസൽമീനിയ 40 നീ എനിക്കെതിരെ മത്സരിക്കണമെന്നുള്ളത്. അപ്പോൾ കോഡി റോഡ്സ് പറയുന്നുണ്ട്, ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാം, എന്തായാലും കുറച്ച് സമയം വേണം എന്നുള്ളത്. കോഡി റോഡ്സ് ഡബിൾ മൈൻഡ് ആയിട്ടാണ് ആ ഒരു റിങ് വിട്ടുപോകുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ് റസൽമീനിയ 40 പ്ലാനുകളിൽ ഇപ്പോൾ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് CM പങ്കിന് ഇഞ്ചുറി പറ്റിയത് കൊണ്ട് തന്നെ കോഡി റോഡ്സ് സെത്തിനെയോ റോമനെയോ ചലഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള ആ ഒരു ആകാംക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് റോയൽ ചെയ്തത് എന്നുള്ളതും കോഡി റോമൻ റെയിൻസിനെ തന്നെയായിരിക്കും റസൽമീനിയ 40 ചൂസ് ചെയ്യുക എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.